ഒരു തുള്ളി രക്തം പോലും മാറ്റിവെക്കാതെ പൂർണ്ണമായി ചൊരിഞ്ഞവനേ, നിൻ സ്നേഹത്തിൻ ആഴവും നിൻ സ്നേഹത്തിൻ വീതിയും ആരാലും വർണ്ണിപ്പാൻ സാധ്യമല്ല, ആരാലും വർണ്ണിപ്പാൻ സാധ്യമല്ല. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. സദൃശവാക്യങ്ങളുടെ പുസ്തകം 8-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ, എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കുന്നവർ എന്നെ കണ്ടെത്തുമെന്നുള്ള വചനമാണ്. ദൈവത്തെ പരമാർത്ഥമായി അന്വേഷിക്കുന്ന ഒരുപറ്റം ആളുകളെ ഈ ഭൂമിയിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ദൈവമില്ല എന്ന് പറയുന്ന ആളുകളുമുണ്ട്, ദൈവത്തെ അന്വേഷിക്കുന്നതായ ആളുകളുമുണ്ട്. തിരുവചനം പറയുന്നത് ദൈവമില്ല എന്ന് മൂഢന്മാരാണ് പറയുന്നതെന്നും ദൈവത്തെ അന്വേഷിക്കുന്നവരുണ്ടോ എന്ന് നോക്കുവാനായിട്ട് ദൈവം മനുഷ്യരെ ശ്രദ്ധിക്കുന്നുണ്ടെന്നും തിരുവചനം നമ്മെ ഓർപ്പിക്കുകയാണ്. നാം യഥാർത്ഥമായിട്ട് ദൈവത്തെ കണ്ടെത്തുവാനായിട്ട്, ദൈവത്തെ അറിയുവാനായിട്ട് ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ നിലകളിൽ നാം അന്വേഷിക്കുമ്പോൾ ദൈവത്തെ നമുക്ക് കണ്ടെത്തുവാനായിട്ട് കഴിയുമെന്ന് തിരുവചനം നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. മത്തായി സുവിശേഷം 7-ാം അധ്യായം 7-8 വാക്യങ്ങൾ പറയുമ്പോൾ, യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പിൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും, യാചിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവർ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറക്കുന്നു. അപ്പോൾ യാചനകളും അന്വേഷണങ്ങളും ഒക്കെ അത് നന്മയിലേക്ക് നമ്മെ എത്തിക്കുന്നത് തന്നെയാണ് എന്ന് നമ്മെ ആധികാരികമായി ഓർമ്മപ്പെടുത്തുകയും ആ നിലകളിൽ നമ്മെ ബോധവൽക്കരിക്കുകയും ചെയ്യുന്നതായ വാക്കുകളാണ് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. ഉത്തമഗീതങ്ങളുടെ പുസ്തകം 3-ാം അധ്യായത്തിനകത്ത് 1 മുതലുള്ളതായ വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഇടയ ചെറുക്കനെ ആഴമായി സ്നേഹിച്ചിരുന്ന ആ ഇടയ പെൺകുട്ടി ഒരിക്കൽ ശലോമോൻ രാജാവിൻ്റെ കൊട്ടാരത്തിനകത്ത് ചെല്ലേണ്ടി വന്നപ്പോൾ അടയ്ക്കപ്പെട്ട ആ കൊട്ടാര മുറിക്കകത്ത് കിടന്നുകൊണ്ട് തൻ്റെ ഇടയ ചെറുക്കനെ അന്വേഷിക്കുന്നതായ ഒരു ഭാഗമാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. രാത്രി സമയത്ത് എൻ്റെ കിടക്കയിൽ ഞാൻ എൻ്റെ പ്രാണപ്രിയനെ അന്വേഷിച്ചു, ഞാൻ അവനെ അന്വേഷിച്ചു, കണ്ടില്ല താനും. ഞാൻ എഴുന്നേറ്റ് നഗരത്തിൽ സഞ്ചരിച്ചു, വീഥികളിലും വിശാല സ്ഥലങ്ങളിലും എൻ്റെ പ്രാണപ്രിയനെ അന്വേഷിക്കും എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ അവനെ അന്വേഷിച്ചു, കണ്ടില്ല താനും. നഗരത്തിൽ സഞ്ചരിക്കുന്ന കാവൽക്കാർ എന്നെ കണ്ടു, എൻ്റെ പ്രാണപ്രിയനെ കണ്ടുവോ എന്ന് ഞാൻ അവരോട് ചോദിച്ചു. അവരെ വിട്ട് കുറെ അങ്ങോട്ട് ചെന്നപ്പോൾ ഞാൻ എൻ്റെ പ്രാണപ്രിയനെ കണ്ടു എന്നാണ്. ആ ഇടയ പെൺകുട്ടി ആത്മാവിൽ ഹൃദയാന്തർഭാഗത്തിനകത്ത് അവൾ ഒത്തിരി സ്നേഹിക്കുന്ന ഇടയ ചെറുക്കനെ കാണുവാനുള്ള ആശയും ആഗ്രഹവും ഹൃദയത്തിനകത്ത് വെച്ചുകൊണ്ട് അവൾ അന്വേഷിക്കുമ്പോൾ അവൾക്ക് കണ്ടെത്തുവാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് ആ തിരുവചനത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. മത്തായി സുവിശേഷത്തിലും അതാണ് പറയുന്നത്, നിങ്ങൾ ആഴമായിട്ട് അന്വേഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കണ്ടെത്തുമെന്നും നിങ്ങൾ അന്വേഷിക്കുന്നുവെങ്കിൽ കണ്ടെത്താതിരിക്കുകയില്ലെന്നും നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, ദൈവത്തെ അന്വേഷിക്കുന്ന, നന്മ അന്വേഷിക്കുന്ന, സത്യം അന്വേഷിക്കുന്ന ഒരു നഥനയേലിനെ കാണുവാൻ കഴിയുന്നുണ്ട്. താൻ ദീർഘനാളുകൾ അന്വേഷിച്ച് നടന്നു, കണ്ടെത്താൻ കഴിയുമോ ഇല്ലയോ എന്ന സംശയങ്ങൾ അവൻ്റെ മനസ്സിലുണ്ടായിരുന്നു എങ്കിലും യഥാർത്ഥമായിട്ട് ആ നന്മ കണ്ടെത്തുവാൻ, ആ സത്യം കണ്ടെത്തുവാൻ നഥനയേലിന് സാധിച്ചു എന്നുള്ളതാണ്. ആ സത്യത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നഥനയേലിനോട് യേശു ചോദിക്കുന്ന ചോദ്യമുണ്ട്, യേശു പറയുന്ന വാക്കുകളുണ്ട്. നോക്കൂ, സാക്ഷാൽ ഇസ്രായേലിൻ, കപടമില്ലാത്തവൻ എന്ന് പറയുമ്പോൾ യഥാർത്ഥമായിട്ട് താൻ അന്വേഷിച്ചിരുന്ന സത്യമാണ് മുമ്പിൽ നിൽക്കുന്നതെന്ന് തനിക്ക് ബോധ്യപ്പെടുവാൻ ഇടയായിത്തീർന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം യഥാർത്ഥമായി ദൈവത്തെ കാണുവാൻ, ദൈവത്തെ അറിയുവാൻ നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ, ആ ആഗ്രഹത്തോടുകൂടി ദൈവത്തെ അന്വേഷിക്കുന്നുവെങ്കിൽ ദൈവം നമുക്ക് തന്നെ വെളിപ്പെടുത്തി തരുവാനും തന്നെ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷനാകുകയും ചെയ്യുവാനായിട്ടിടയായിത്തീരും. ആ നിലകളിൽ അത്യുന്നതനായ ദൈവത്തെ കണ്ടെത്തണമെന്ന ആഗ്രഹത്തോടെ, ആ ദൈവത്തോടു കൂടെ വസിക്കണമെന്ന ആഗ്രഹത്തോടെ നമുക്കും നഥനയേൽ അന്വേഷിച്ചതുപോലെ, ഇടയ പെൺകുട്ടി അന്വേഷിച്ചതുപോലെ ആഴമായി അന്വേഷിപ്പാനും
നിത്യനായ ദൈവത്തെ കണ്ടെത്തി ആ ദൈവത്തിൽ വസിപ്പാൻ, ആ ദൈവത്തോട് കൂടെ വസിപ്പാൻ നമുക്ക് കഴിയേണ്ടതിന് ഓരോ ദിവസങ്ങളും നമ്മെ തന്നെ സമർപ്പിക്കുന്നവരായി തീരാം. അതിന് സർവശക്തനായ ദൈവം എൻ്റെ കേൾവിക്കാരായി നിങ്ങളെ ഏവരെയും സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, നല്ല കർത്താവേ, ഞങ്ങൾ സത്യത്തെ അന്വേഷിക്കുന്നവരും സത്യദൈവത്തെ അന്വേഷിക്കുന്നവരും ഞങ്ങളുടെ അന്വേഷണത്തിൻ്റെ ഒടുവിൽ ആ ഇടയ പെൺകുട്ടി കണ്ടെത്തിയതുപോലെ, നഥനിയേൽ കണ്ടെത്തിയതുപോലെ യഥാർത്ഥ ദൈവത്തെ, യഥാർത്ഥ സത്യത്തെ ഞങ്ങൾക്ക് കണ്ടെത്തുവാനും അതിനെ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതം മുൻപോട്ട് കഴിപ്പാനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ദൈവാനുഗ്രഹം കൊണ്ട് ഈ ദൈവവചന ചിന്ത കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.